ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പരിചയമുള്ള, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഞാൻ ആലോചിച്ചു, ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കല്ലേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ആധ്യാത്മികമായിട്ടുള്ള മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് പലർക്കും, ചിലർക്ക് ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ടാവാം, ചിലർക്ക് ഗുരുക്കന്മാരുണ്ടാവില്ല, ചിലർക്ക് ഉപാസന മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? നമുക്കറിയാം, നമ്മുടെ വൈഷ്ണവ രീതി അനുസരിച്ചിട്ട് 5 തരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്, അല്ലേ? എന്താണ്? ഒന്ന് ബ്രഹ്മ സമ്പ്രദായം, പിന്നെ ഒന്ന് ശൈഭ്യമാർഗമാണ്, പിന്നെ ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, അല്ലേ? അങ്ങനെ സമ്പ്രദായങ്ങൾ ഒരുപാടുണ്ട്. വൈഷ്ണവർ തന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ, അതായത് ഗൗഡീയ വൈഷ്ണവ, മധ്വാചാര്യരുടെ രീതി, അല്ലേ? അപ്പോൾ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുമ്പോൾ, ഞാനത് വൈഷ്ണവരെ പൊക്കി പറയാനോ ബാക്കിയുള്ള സമ്പ്രദായങ്ങൾ തെറ്റാണെന്ന് പറയുമോ അല്ല കേട്ടോ. ഇതിൻ്റെ സംശയത്തിലേക്കാണ് വരുന്നത്. അതായത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, വൈഷ്ണവരായിട്ടുള്ള ആളുകൾ അവരെല്ലാ സമ്പ്രദായങ്ങളെയും സ്വീകരിക്കും, എല്ലാ സമ്പ്രദായങ്ങളെയും അവർ സ്വീകരിക്കും, എല്ലാ സമ്പ്രദായങ്ങളും അവർ കൂടും. അവരങ്ങനെ ഒന്നിനെയും ഒരു അകറ്റി നിർത്തുന്ന ഒരു സംഗതി അവർക്കില്ല, അല്ലെങ്കിൽ ഒരു രീതി അവർക്കില്ല. പക്ഷെ ബാക്കിയുള്ള രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവർ എപ്പോഴും അവർ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ രീതി കറക്റ്റ്, ഞങ്ങൾ പോകുന്നതാണ് ശരിയായ രീതി, ബാക്കിയുള്ള രീതിയൊക്കെ ശരിയല്ല, അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തൂ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വൈഷ്ണവരെ നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് ഗൗഡീയ വൈഷ്ണവ രീതിയിലുള്ള ആളുകളെ ശ്രദ്ധിക്കൂ, അവരൊരിക്കലും ഞങ്ങളുടെ രീതി ശരിയാണെന്നോ അല്ലെങ്കിൽ ഇതാണ് മാത്രമാണ് ശരിയെന്നോ ഒരു പിടിവാശിയില്ലാത്ത ഒരു എന്താ പറയുക, ഒരു വിഭാഗമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന കുറച്ച് ആ സമൂഹത്തിലുള്ള കുറച്ച് പേരെ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്താലോ അല്ലെങ്കിൽ അവരെയായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഒരു അമ്പലത്തിൽ പോകാനാണെങ്കിലും അവരെല്ലായിടത്തും കൂടും. അങ്ങനെ ഞാൻ അതിൽ മാത്രം വരിക, അതിൽ വലിയ അങ്ങനെ ഒരു ടൈപ്പ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ശൈഭ്യമാർഗത്തിലാണെങ്കിൽ ധ്യാനമാർഗ്ഗമാണ് കൂടുതൽ, ധ്യാനയോഗികളാണ്. അവർ ധ്യാനമാർഗത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. കാരണം ഒരുപാട് സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ, യോഗികളായിട്ടുള്ള ആളുകൾ, അല്ലേ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ആ വഴിക്ക്. അതായത് നമുക്കറിയാം, ഭഗവാനെ 3 രീതിയിൽ നമുക്ക് കിട്ടും: ബ്രഹ്മേരി, പരമാത്മാവേദി, ഭഗവാനേതി, അല്ലേ? അപ്പോൾ ആ ബ്രഹ്മമായിട്ട് ആരാധിക്കുന്നവരാണ് ധ്യാനയോഗികൾ. അവർക്ക് ധ്യാനമായിരിക്കും മെയിനായിട്ടുണ്ടാവുക. അവർ ധ്യാനം നമ്മളെന്താ പറയുക, ഷഡ്ചക്രാസ് ഉണർത്തുന്നു. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ആ സത്വത്തിനെ അവർ തന്നെ കണ്ടെത്തുന്നു. അവർ കണ്ടെത്തി അവർ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രഹ്മവുമായിട്ട് ലയിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയണ പോലെ ആ നമ്മളാകുന്ന ജീവാത്മാവ് ഭഗവാനാകുന്ന പരമാത്മാവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അവരുടെ രീതി അതാണ്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ നാമം ജപിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പല മാർഗങ്ങളും പല രീതിയിലാണ് വരുന്നത്. നമ്മുടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീത തുടങ്ങുന്നതേ ആദ്യം 1-ാം അധ്യായത്തിൽ 2 സൈന്യവ്യൂഹങ്ങളെയും പരിചയപ്പെടുത്തിയതിന് ശേഷം ഭഗവാൻ ആദ്യം സംസാരിക്കുന്നത് സാഖ്യയോഗത്തിനെ കുറിച്ചാണ്. എന്താണ് സാഖ്യയോഗം? ശരീരവും ആത്മാവും, അല്ലെങ്കിൽ ശരീരവും ആത്മാവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ടും ഒന്നാണോ? വ്യത്യാസമുണ്ടോ? നമ്മളെന്നത് ബ്രഹ്മതത്വമാണ്, അല്ലെങ്കിൽ ബ്രഹ്മം മീൻസ് ഭഗവാൻ എന്നല്ല, നമ്മളെന്ന് പറയുന്നത് ആത്മതത്വമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്കാണ് ഭഗവാൻ നമ്മളെ എത്തിക്കുന്നത്. അതായത് സാഖ്യയോഗമാണ്. സാഖ്യയോഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനാണ് ഈ ശരീരത്തിൻ്റെ പിന്നാലെ പോകുന്നത്, ആ ശരീരബോധം നമുക്ക് ഇല്ലാതെയാക്കി തരികയാണ്. ഇപ്പോൾ സാഖ്യയോഗം, കർമ്മയോഗം, ബുദ്ധിയോഗം, ധ്യാനയോഗം, ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ള അതീവ ഗുഹ്യമായിട്ടുള്ള രഹസ്യങ്ങൾ, ഭഗവാന്റെ വിഭൂതി വിസ്താര യോഗം, ഭഗവാന്റെ പുരുഷോത്തമ യോഗം, അതുപോലെ ഭഗവാന്റെ എന്താണ്, ഭഗവാന്റെ വിശ്വരൂപ വർണ്ണന, ഇതൊക്കെ ഭഗവാൻ ആ വിരാട് പുരുഷനെ കുറിച്ച് പറയുന്നതൊക്കെ പിന്നീടുള്ള അധ്യായങ്ങളാണ്. അപ്പോൾ ഭഗവത്ഗീത തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നെ കാണാൻ വരുമ്പോൾ ഈ വഴിക്ക് മാത്രം വരണം, അല്ലെങ്കിൽ ഈ വഴി മാത്രമാണ് ശരി, ഇതിലെ മാത്രമേ വരാവൂ എന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ? ഭഗവാൻ തന്നെ ഇത്രയും ചോയ്സ് തന്നിട്ടുള്ളത് എന്തിനാണ്? കലിയുഗമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് പലരും പല രീതിയിലുള്ള ആളുകളാണ്. അത് മാത്രമല്ല, ഒരു ജീവാത്മാവിൻ്റെ പ്രായമല്ല മറ്റൊരു ജീവാത്മാവിനുണ്ടാവുക. നമ്മൾ ഇൻ ദ സെൻസ് നമ്മൾ ഒരാളുടെ പ്രായം കണക്കാക്കുന്നത് ശരീരം വെച്ചാണ്. ഇപ്പം
പലരും ഇപ്പം നമ്മളോട് ഇന്നോടൊക്കെ ചോദിക്കാറുണ്ട് പലരും, മോളെ നിനക്കൊക്കെ ഇത്ര ചെറുപ്പത്തിലേക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഈ ഒരു വഴിക്ക് വന്നേ? അപ്പം എന്നെക്കാളും ചെറുപ്പമുള്ള എത്രയോ കുഞ്ഞു മക്കള്. അപ്പം ഞാൻ മനസ്സിലാലോചിക്കും, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ പറയുമ്പോൾ അവർ പറയും ഓ അവൾ ഇതാ വലിയ തത്വം പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു പോണ ഒരുപാട് പേരുണ്ട്. അതിൽ പരിഭവമൊന്നുമില്ല കേട്ടോ, എന്നിപ്പോൾ പറഞ്ഞപ്പോൾ കൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളൊരു ജീവാത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മളെ കാണുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു ഏജ് അല്ല അദ്ദേഹത്തിൻ്റെ ഏജ്. നിങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ ചന്ദ്ര ആ കഥാപാത്രം അല്ലേ, എന്താണ് ലോക സിനിമ, ആ ലോക സിനിമയിൽ പറയുന്നില്ലേ ആര്, നമ്മുടെ കലിയങ്കാട്ട് നീലി പറയുന്നുണ്ട് അല്ലേ, അപ്പോൾ ഒരുപാട് വയസ്സുണ്ടല്ലേ എന്ന് ചോദിക്കണില്ലേ ജീവാത്മാവിനോട്. ഇത് തന്നെ സത്യം. അപ്പം ആ ജീവാത്മാവിൻ്റെ വയസ്സ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ചുറ്റും തന്നെ നോക്കൂ, കുഞ്ഞു മക്കൾ എത്രയോ പേര് ആധ്യാത്മികമായിട്ട് വളരെയധികം പുരോഗമിച്ച, അതായത് നമുക്കൊക്കെ ഗുരുസ്ഥാനത്ത് കാണാൻ തോന്നുന്ന ഒരുപാട് മക്കളുണ്ട്. പക്ഷെ നമുക്കത് സാധിക്കും. കാരണം എന്താണ്, നമുക്കറിയാം ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതിപ്പോൾ ഒരു ശിശുവിൻ്റെ ശരീരം സ്വീകരിച്ചു എന്നുള്ളത് നോക്കണ്ട എന്നുള്ള അറിവ് നമ്മളെപ്പോലുള്ളവർക്കുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഒരു അറിവാകുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു റിയലൈസേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു ആത്മാവ്, അത് ശരീരത്തിൻ്റെ പ്രായം വെച്ചിട്ടല്ല നമ്മളൊരു ആത്മാവിൻ്റെ പ്രായം കണക്കാക്കേണ്ടത്. ആത്മാവിൻ്റെ പ്രായം നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് എന്താണ്, അജനാണ്, ഭഗവാനെ പോലെ തന്നെയാണ്, ഭഗവാന്റെ അംശമല്ലേ, അതുപോലെ തന്നെയാണ്, ജനിച്ചിട്ടുമില്ല ഇനി മരിക്കൂല അല്ലേ, നശിപ്പിക്കാനും സാധിക്കില്ല. അതിനിങ്ങനെ ശരീരങ്ങൾ മാറി മാറി എടുക്കാനാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിടയ്ക്ക് ഫോൺ മാറ്റില്ലേ മെമ്മറിയൊക്കെ ഫുള്ളായി കഴിയുമ്പോൾ, അപ്പോൾ അതേപോലെ തന്നെ മെമ്മറി മാറി കഴിയുമ്പോൾ ഇത് മാറ്റുന്നതാണ് ഈ ഒരു ശരീരം എന്ന് നമ്മൾ വിചാരിക്കും. പോട്ടെ, ഉടുപ്പ് മുഷിയുമ്പോൾ ആ ഉടുപ്പ് മാറ്റുന്നില്ലേ, ആ ഒരു ലാഘവമാണ് ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മീയ പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ധ്യാനിക്കും, ധ്യാനിച്ചാലാണ് നിങ്ങളുടെ കുണ്ടലിനി ഉയരുള്ളൂ. കുണ്ടലിനി ഉയർന്നാൽ, അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആധ്യാത്മികതയിൽ പോകുന്നത് കുണ്ടലിനി ഉയരാനാണോ? എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്നോട് ഈ സംശയം ചോദിച്ച് നമ്മുടെ വൈഷ്ണവരായിട്ടുള്ള ഡിവോട്ടീസിനോടാണ് ചോദിക്കുന്നത്. വൈഷ്ണവർ ഒരിക്കലും കുണ്ടലിനി ഉയർത്താനോ അതിൽ പ്രകാരം സിദ്ധമാർഗത്തിൽ സഞ്ചരിക്കാനോ, ഇപ്പം പല പല സിദ്ധികൾ, ഒരുപാട് സിദ്ധി ഉണ്ട് കേട്ടോ, ഞാൻ അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സിദ്ധന്മാർ ഒരുപാടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം സിദ്ധിയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പം ആ ഒരു സിദ്ധ സമ്പ്രദായമോ അല്ലെങ്കിൽ ഒരു യോഗ സമ്പ്രദായമോ അല്ല നമ്മുടേത്. നമ്മളെപ്പോഴും ഭക്തി മാർഗത്തിൽ ചലിക്കുന്നവരാണ്. ഭക്തിയാണ് നമ്മുടെ ആയുധം അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ ഭഗവാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ആയുധം കൊണ്ടുവരും. പക്ഷേ കലിയുഗത്തിൽ ഭഗവാൻ വന്നപ്പോൾ ആയുധം കൊണ്ടുവന്നില്ല. ഭഗവാൻ നമുക്ക് തന്നത് മഹാമന്ത്രമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിച്ചൊരു ചോദ്യം, മാതാജി നമ്മുടെ ചുറ്റുമുള്ള പലരും പറയുന്നു യോഗ ചെയ്യൂ, ധ്യാനിക്കൂ എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നാമം ജപിച്ചിരുന്നത് കൊണ്ട് മാത്രം എല്ലാം ആയോ എന്നൊരു ചോദ്യം നമ്മുടെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവരോടുള്ള എൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ പല മാർഗ്ഗത്തിൽ ഏത് മാർഗ്ഗവും സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 5 മാർഗ്ഗങ്ങളിൽ ഭഗവാൻ 6ാമത്തെ മാർഗ്ഗം, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗ്ഗം അർജുനൻ ഉപദേശിക്കുന്നുണ്ട്, ഭക്തിയോഗമാണ്. അതായത് എങ്ങനെയാണോ എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിലേക്ക് എത്തുന്നത്, അതേപോലെ ഈ എല്ലാ മാർഗങ്ങളും ഒത്തുചേർന്ന് സമുദ്രമാകുന്ന അല്ലെങ്കിൽ ഭക്തിയോഗമാകുന്ന സമുദ്രത്തിൽ ലയിച്ചാൽ മാത്രമാണ് ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ. നാരായണൻ എന്ന് വെച്ചാൽ ആരാണ്? ജലത്തിൽ ചയിക്കുന്നവനാണ്. അപ്പോൾ ആ ഭഗവാനെ കിട്ടണമെങ്കിൽ ഭക്തിയാകുന്ന സമുദ്രത്തിലേക്ക് ഒഴുകണം, അല്ലാതെ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള മാർഗങ്ങളിലുള്ള ആളുകളൊക്കെ അപ്പോൾ വെറുതെ ആയി പോകും? ഒരിക്കലില്ല, മാർഗം വെറുതെ ആവില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് ഇനിയും സമയമുണ്ട്, അവർക്ക് ഇനിയും ആയുസ് ബാക്കിയുണ്ട്, കർമ്മ ബാക്കിയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർക്ക് ഡയറക്റ്റ് ഭക്തിയോഗം ഡൈജസ്റ്റ് ആവില്ല. അവർക്ക് ഭക്തിയോഗം അല്ല അവർക്ക് ആപ്റ്റ് ആവുക. അവർ ചിലപ്പോൾ പല പല മാർഗ്ഗങ്ങളായിരിക്കും. ചിലർ യോഗി തലത്തിൽ പോകുന്നവരുണ്ടാവാം, ചിലപ്പോൾ കർമ്മമാർഗത്തിലായിരിക്കും, ചില ആളുകൾ സാഖ്യമാർഗത്തിലായിരിക്കും. അപ്പോൾ ഈ മാർഗം ഏതായാലും ലക്ഷ്യമാണ് പ്രധാനം. അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യം ഭഗവാനാണ്. ആ ലക്ഷ്യത്തിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഏത് മാർഗത്തിൽ പോയാലും തെറ്റില്ല. പക്ഷേ വേറൊരാളുടെ മാർഗം തെറ്റാണെന്ന് പറയരുതെന്ന് മാത്രമല്ല, ഭക്തിയോഗികൾക്ക് എപ്പോഴും, ഭക്തിയോഗികൾക്ക് കൺഫ്യൂഷൻ കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ ഒരു വ്യക്തമായ ഇപ്പം എൻ്റെ ഒരു എനിക്ക് പല സമ്പ്രദായത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്തത് പറയുന്നത്. ഇപ്പോൾ ശൈബി മാർഗത്തിലാണെങ്കിൽ അവർ വളരെ ചിട്ടയായിട്ട് ധ്യാനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കടാ, ഇത് ഇത്ര ഈസിയാണോ ഈ ധ്യാനം ചെയ്യൽ? അപ്പോൾ അവർ പറയും ധ്യാനം ഈസി ഒന്നുമല്ല, നിനക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം എന്ന് പറയാം. അപ്പോൾ ഞാൻ ആലോചിക്കും ഓക്കെ വേണ്ട. പല പ്രാവശ്യം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റുമോ ധ്യാനം ഇരിക്കാൻ? അർജുനൻ തന്നെ പറയുന്നുണ്ട് ധ്യാനയോഗം വളരെ ബുദ്ധിമുട്ടിയാണ് എന്നുള്ളത്. അതായത് അത്ര എളുപ്പമല്ല, അഷ്ടാംഗയോഗ പദ്ധതി അത്ര എളുപ്പമല്ല എന്ന് അർജുനൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ ഭഗവാനോട് എല്ലാം ചോദിക്കുന്നത് ഭാഗവതത്തിലൂടെയാണ്, ഭഗവാൻ അതിലുള്ള ഉത്തരവും തരുന്നത് എനിക്ക് ഭാഗവതത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു സിദ്ധമാർഗത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു അത്ഭുതം കാഴ്ചവെക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തി സമൂഹത്തിന് മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളല്ല ഭക്തിയോഗികൾ. അവർ ആത്മാരാമനായ ഭഗവാനെ പോലെയാണ് ഭക്തിയോഗികൾ. അവർ സ്വയം ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ്. ആ ആനന്ദം കണ്ടെത്തുന്ന വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡിൻ്റെ ആവശ്യമില്ല. അതാണ് എടുത്തു പറയാൻ വരുന്നത്. ഇങ്ങനെയുള്ള മെത്തേഡിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന മഹാമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ മഹാമന്ത്രം ഉരുവിടുന്നത് തന്നെ ഒരു പ്രാണായാമമാണ്. ഇത് നിങ്ങൾക്കത് അനുഭവിക്കണമെങ്കിൽ ഒരു മാലയോ 2 മാലയോ ചെല്ലുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കൂട്ടി കൊണ്ടുവരണം. എന്ത്? മാല അല്ലെങ്കിൽ ജപം നിങ്ങൾ കൂട്ടി വരണം. അങ്ങനെ ജപം കൂട്ടി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശ ദീപ്തി എത്രത്തോളം വലുതായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ വേറൊരു ധ്യാന മാർഗ്ഗമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ധ്യാനമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജപം, ഭഗവാൻ തന്നെ പറയുന്നു ജപങ്ങളിൽ ഞാൻ നാമജപയജ്ഞമാണ് എന്ന് ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നിനി വേറൊരു യജ്ഞമാർഗം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭക്തിയോഗിയെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നാമജപം ചെയ്യുക. നാമജപം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ സംശയമാണ്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണതിൻ്റെ ഫലം കിട്ടുമോ? നമ്മുടെ ചക്രാസ് ഉണരുമോ? ഉണരും, തീർച്ചയായിട്ടും ഉണരും. നമ്മുടെ ചക്രാസിന് വൈബ്രേഷൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ ചെല്ലേണ്ട പോലെ ചെല്ലണം. അവിടെയാണ് വ്യത്യാസം. എങ്ങനെയാണ് ചെല്ലേണ്ടത്? നോക്കൂ, എന്തിനാണ് 16 മാല പറഞ്ഞിട്ടുള്ളത്? ഈ 16 അക്ഷരമുള്ള നാമാണത്. അതുകൊണ്ട് 16 മാലയല്ല, 36 മാല ചെല്ലുന്നവരുണ്ട്, അതിൽ കൂടുതൽ ചെല്ലുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ ഈ 16 മിനിമം എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്. മിനിമം എങ്കിലും 16 ചെല്ലും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഈ 16 എണ്ണം ചെല്ലുമ്പോൾ അതിലൊരു 5 മാലയെങ്കിലും നിങ്ങൾ ഭഗവാനെ വിചാരിച്ച് കറക്റ്റ് ചെല്ലിയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളിത് ഡെയിലി ചെല്ലുമ്പോഴോ നോക്കൂ, അത് തന്നെ ഒരു ധ്യാനമാർഗ്ഗമാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അധരവ്യായാമമായിട്ട് നാമം ചെല്ലരുത്. അത് നിങ്ങൾ ചെല്ലാതിരിക്കുക. അങ്ങനെ ചെല്ലിയാൽ നമുക്ക് ഈ ഒരു ഫലം കിട്ടില്ല. നേരെ മറിച്ച് ഓരോ ബീറ്റ്, ഓരോ മണി ഇങ്ങനെ മാറ്റി പോകുമ്പോഴും ഭഗവാനെ രാധാറാണിയെ കാണാൻ സാധിക്കണം. ഭഗവാന്റെ ആ പാദാദികേശമോ കേശാദിപാദമോ പോട്ടെ, നിങ്ങൾക്ക് മാനസ പൂജ ചെയ്യാം. ഭഗവാൻ ഏറ്റവും ശക്തമായ പൂജയാണ് മാനസ പൂജ. എങ്ങനെ ചെയ്യുക? ഭഗവാനും രാധാറാണിയും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു കനകസിംഹാസനത്തിൽ അവരെ ഇരുത്തൂ. ആ കനകസിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് പാദസേവ ചെയ്യൂ, പാദം കഴുകൂ, ഒരുപാട് ഫ്രൂട്ട്സ്. നമുക്ക് മനസ്സുകൊണ്ട് എന്ത് സങ്കല്പിച്ചുകൂടെ? നമുക്ക് എന്താണ് പരിചാരകരായിട്ട് നമ്മൾ തന്നെ എല്ലാവരും ഗോപികളൊക്കെ നമ്മളായിട്ട് വിചാരിക്കൂ. എന്നിട്ട് നമ്മൾ തന്നെ വെഞ്ചാമരം വീശുന്നു, നമ്മൾ തന്നെ ആ ഊഞ്ഞാലാട്ടുന്നു, നമ്മൾ തന്നെ ഫ്രൂട്ട്സൊക്കെ നുറുക്കി കൊടുക്കുന്നു, നമ്മൾ അവരെ സേവിക്കുന്നു. ഒന്ന് കണ്ടു നോക്കൂ, എത്ര മനോഹരാണത്. അപ്പം നമ്മൾ ഈ ധ്യാനയോഗികൾ അനുഷ്ഠിക്കുന്ന പോലെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അവിടെ വരുന്നില്ല. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിൻ്റെ ഒപ്പം ഇത് നിങ്ങൾ മനസ്സിൽ കാണൂ, പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്താൽ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു, നമുക്ക് വേറെ ഒരു എന്തും വേണ്ട, ഒരു ധ്യാനമോ ഒരു മെഡിറ്റേഷനോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആവും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ളവരാണ് നമ്മുടെ പല ഗുരുനാഥന്മാരും, പല സന്യാസി യോഗീശ്വരന്മാരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടു വളർന്നതുകൊണ്ടും അങ്ങനെയുള്ള ആളുകളെ അടുത്തറിയണത് കൊണ്ടും പറയണു അങ്ങനെ ചെയ്താൽ മതി. ഭഗവാൻ തന്നെ പറയണു അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വഴി എന്ന്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഡിവോട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഈ ഒരു മാർഗം തന്നെ സ്വീകരിക്കാം. നമ്മുടെ മാർഗമാണ് ഏറ്റവും ആപ്റ്റ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ആരും അല്ല പറഞ്ഞിട്ടുള്ളത്. ഭക്തി മാർഗം ഏറ്റവും ആപ്റ്റ് എന്ന് പറയാൻ കാരണം
എന്തിൻ്റെയും അവസാനം ഭക്തിയോഗമാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാണ്, അത് മനസ്സിലാക്കൂ. ബാക്കിയുള്ളവരൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവർക്ക് ഇനി പല 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 ഘട്ടങ്ങൾ കഴിഞ്ഞു വരാനുണ്ട്. പക്ഷെ ഭക്തിയോഗിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ലാസ്റ്റ് ജന്മമാണ്, അത് അയാളുടെ ലാസ്റ്റ് കർമാസാണ്. അപ്പോൾ അത് തീർക്കാൻ നമുക്കിനി വേറൊരു ഭത്തപ്പാടിൻ്റെ ആവശ്യമില്ല. ആ മഹാമന്ത്രം അതുമാത്രം മതി. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ജപം തുടങ്ങാം. മനസ്സപൂജ ചെയ്തുകൊണ്ട് നിങ്ങൾ ജപം തുടങ്ങൂ. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് 100 അല്ല 110% കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.